നമസ്കാരം. ന്യൂസ് 18 പൊതുവേദി തുടങ്ങുകയാണ്. സർക്കാർ ഗവർണർ പോര് മുറുകുകയാണ്. ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചു എന്നാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം. എന്നാൽ തൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമുണ്ടായിട്ടില്ലെന്ന നിലപാടിലാണ് ഗവർണർ. അവിടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഒന്നും മുട്ടായി തെരുവിൽ ഉണ്ടായില്ല. ഏതായാലും പ്രശ്നം രൂക്ഷമായി മുന്നേറുന്ന സാഹചര്യത്തിലാണ് ശുഭാപ്തി വിശ്വാസവുമായി സ്പീക്കർ AN ഷംസീർ എത്തുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഷംസീർ അഭിപ്രായപ്പെടുന്നത്. ഏതായാലും ഈ പോരാട്ടത്തിൽ ജനങ്ങൾ ആർക്കൊപ്പമാണ് എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പൊതുവേദിയിലെ ആദ്യത്തെ കോളർ വൈക്കത്ത് നിന്ന് മനു ആണ്. ശ്രീ മനു, ഈ തർക്കം ഇങ്ങനെ രൂക്ഷമായി തുടരുകയാണ്. ഇനി നയപ്രഖ്യാപന പ്രസംഗം കൂടിയൊക്കെ വരാനുണ്ട് ഗവർണറുടേത്. ഏത് തരത്തിലേക്ക് ഇത് നീങ്ങുന്നുവെന്നാണ് മനു കരുതുന്നത്? മനു ആർക്കൊപ്പമാണ്? സാറേ, ഈ ഗവർണർ എന്ന് പറയുന്ന ആള് നമ്മുടെ ഇവിടെ സ്ഥാനമേറ്റ മുതൽ അന്ന് മുതൽ ഇന്ന് മുതലേയും വഴക്കുകളും പ്രശ്നങ്ങളുമാണ്. നമ്മളൊരു ഒരു കപ്പിത്താൻ എങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് പോണ പോലെയാണ് ഒരു ഗവർണർ ഒരു സംസ്ഥാനത്ത് ഭരിക്കേണ്ടത്. ഈ ഗവർണറുടെ വേറെ കുഞ്ഞുങ്ങളുടെ പ്രായമുള്ള മക്കളുമായിട്ടാണ് ഗവർണർ പോര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ കൈകാര്യം ചെയ്ത പരമശിവൻ സാറ് പോലും ഈ കൈകാര്യം ചെയ്ത ഒരു സ്ഥാനമാണ് ഈ ഗവർണർ സ്ഥാനം. അപ്പൊ ഇത്ര അറിവുള്ള ആളുകൾ ചെയ്തത് നല്ല ക്ലിയർ ആയിട്ട് ചെയ്ത ഈ വകുപ്പ് ഇങ്ങനെ ഇത്രയും പ്രായമുള്ള ആള് ഈ പിള്ളേരുമായിട്ട് വഴക്കുണ്ടാക്കേണ്ട കാര്യമുള്ളതാണ്. എന്തുണ്ടായാലും അത് സർക്കാരുമായിട്ട് സംസാരിച്ച് ഒരു കാർന്നവരുടെ സ്ഥാനത്ത് നിന്ന് ഒരു കൂട്ടുകുടുംബം കൊണ്ടുപോകണ ഒരു കാർന്നവരുടെ സ്ഥാനത്ത് നിന്ന് സർക്കാരുമായിട്ട് യോജിച്ചു പോകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജോസുകുട്ടി എന്നൊരു പ്രേക്ഷകൻ കൂടി ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോസുകുട്ടി ആരുടെ പക്ഷത്താണ്? മനു, ഇത് പറയുകയാണെങ്കിൽ നമുക്കറിയാലോ, ഈ ഗവർണർ വന്ന കാലം പോലെ LDFന്റെയും CPMന്റെയും പിണറായി വിജയന്റെയും കണ്ടിന്യൂണ്ടിയായിരുന്നു. ഇടക്കാലം ആണ് ഈ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ. പക്ഷെ അതെന്ത് തന്നെ ആയിക്കട്ടെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഒരു ഗവർണർ എന്ന് പറയുമ്പോൾ അത് എന്റെ പദവിയായിട്ട് ഇപ്പം നിങ്ങളുടെ ചാനലിൽ തന്നെ വേറെ 2 ചാനലും രാവിലെ കണ്ടു. തന്തയ്ക്കൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് വേറൊരു ചാനലിൽ കാണിച്ചു. ഉത്തർപ്രദേശിലെ നിന്റെ ഭാര്യയുടെ മക്കളുടെ അടുത്ത് ഈ ശൗര്യം കാണിച്ചാൽ മതി ഇതൊക്കെ പറയാൻ. ഇതൊക്കെ വളരെ മോശം. നമ്മുടെ പ്രഭുത്വമായ കേരളം നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയുള്ള ഭാഷകളൊന്നും പറയാൻ പാടില്ല. അത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ബാക്കി ഇവരെല്ലാം ഒന്നിച്ചല്ലേ. അതിന്റെ തെളിവാണ്. മിഠായി തെരുവില് ആ പുള്ളി എസ്കോർട്ടൊന്നും വേണ്ട, ഒരു പോലീസും വേണ്ടെന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് എഴുതി കൊടുത്തിട്ട് പോലും പോലീസുകാർ പോയതും പിണറായി വിജയൻ അറിയാമായിരുന്നു. അവിടെ പോയി കഴിഞ്ഞാൽ സംഗതി വഷളാവും, അടി മേടിച്ചു കിട്ടുമെന്നുള്ള ഉറപ്പായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അതിനുള്ള കളി സുരേന്ദ്രൻ കളിച്ചു വെച്ചിട്ടാ പുള്ളിയെ പറഞ്ഞു വിട്ടാ. പക്ഷെ അത് അവർക്ക് മനസ്സിലായി. അങ്ങനെ ധൈര്യം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അല്ലാതെ ഇവിടെ കിടന്നു പിന്നെ 2.5 കൊല്ലം കഴിയുമ്പോൾ കറക്റ്റ് പറയാം ഇത് ആരാ ജയിച്ചെന്നുള്ള. 2.5 കൊല്ലം പറയുമ്പോൾ മനു നമ്മളെല്ലാം ജീവിച്ചിരിപ്പുണ്ടാൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. 2.5 കൊല്ലം നമ്മൾ ദീർഘായുസ് ഇല്ലെങ്കിലും 2.5 കൊല്ലം ജീവിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുണ്ട്. നമുക്ക് കാണാം. വളരെ നന്ദി ശ്രീ ജോസുകുട്ടി ഇടുക്കിയിൽ നിന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. പ്രേമൻ എന്നൊരു പ്രേക്ഷകൻ പിണറായിയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ പ്രേമന് എന്തു തോന്നുന്നു? ഈ തർക്കം എങ്ങനെ പര്യവസാനിക്കും എന്നാണ് പ്രേമൻ കരുതുന്നത്? ഇത് പര്യവസാനിക്കണമെങ്കിൽ ഗവർണർ തന്നെ തീരുമാനിക്കണം. മറ്റല്ലാതെ കണ്ട് ഇത് രാഷ്ട്രീയ കളിയാന്ന് പിന്നെ പകല് പോലെ പാല് വെളിച്ചത്തിൽ മനസ്സിലാകുന്നില്ല. കാരണം ഇത് ഒരു സാധാരണ രീതിയിൽ ഒരു ഗവർണർ ഏത് രീതിയിൽ ഒരു പ്രശ്നത്തെ സമീപിക്കണമെന്നൊന്നും ഗവർണർക്ക് അറിയാം. കാരണം അത് ഒന്നും അറിയാതെ ആളെന്നല്ല ആരിഫ് മുഹമ്മദ് ഖാൻ. കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ അനുഭവ പാരമ്പര്യമുള്ള ഒരു ഗവർണർ ഇത്തരത്തിൽ തരംതാൻ പാടില്ല എന്ന് തന്നെ എന്റെ അഭിപ്രായം. കാരണം ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രോട്ടോകോൾ ലംഘിച്ച് ജനങ്ങളിൽ ഇറങ്ങി ഓടി നടക്കുക എന്നല്ല പറയുന്നത് ഒരു പരിഹാസമല്ലേ. പ്രോട്ടോകോൾ ലംഘനം അദ്ദേഹത്തിന് ഒരു മുട്ടായി കഴിക്കാൻ പോയിക്കൂടാ എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? പ്രോട്ടോകോൾ ലംഘനമല്ലേ നടന്നിട്ടുള്ളത്. കാരണം ഒരു ഗവർണറിൽ ഇങ്ങനെ റോഡിൽ ഇറങ്ങി സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ അവരുടെ വിലക്കുകൾ ലംഘിച്ചിട്ട് ഓടി പോകുക എന്നുള്ള പറയുന്നില്ല. അതിലെ പരിഹാസമല്ലേ, അത് അങ്ങനെയുണ്ടോ? എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഒരു ജനായത്ത സർക്കാരുകളുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ അങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റു പല രാജ്യങ്ങളിലും ആളുകൾ നേതാക്കളൊക്കെ സുരക്ഷാ കമ്പടിയില്ലാതെ അവരുടെ വോട്ടർമാർക്കിടയിലേക്ക് പോകാൻ കഴിയുന്നവരായിരിക്കും. അല്ലാതെ വലിയ വാഹന വ്യൂഹവുമായി ഗവർണർ ഇങ്ങനെ അല്ല. ഞാനും കൂടി പറയട്ടെ, കേരളത്തിലെ ധൈര്യം ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം അല്ല അതല്ലേ കാണിക്കേണ്ടത്, അങ്ങനെയല്ലേ വേണ്ടത്. നമ്മുടെ നാട് സുരക്ഷിതമായ ഒരു നാടാണ്. ഗവർണർക്ക് വലിയ അത്ര സുരക്ഷയില്ലാതെ പോകാൻ കഴിയുമെന്നല്ലേ കാണിക്കേണ്ടത്.
ക്രമസമാധാനം തകർന്നു എന്ന് പറഞ്ഞ ഗവർണർ ഒന്ന് തെരുവിലിറങ്ങി ഒരു മുട്ടായി കഴിച്ചാൽ തകരുന്നതാണോ കേരളത്തിലെ ക്രമസമാധാനം? തകർന്നിട്ടില്ല എന്ന് വരുത്തി തീർത്തില്ല ഇപ്പോ. അല്ല, എനിക്ക് മനസ്സിലായി. പ്രേമൻ എങ്ങനെയാണ് ഇത് എനിക്ക് മനസ്സിലായില്ല. ഗവർണർ ഒന്ന് തെരുവിലിറങ്ങി ഒരു ഹൽവ ആളുകൾ കൊടുത്തു, അത് വാങ്ങി കഴിച്ചാൽ ക്രമസമാധാനം തകർന്നു പോയി എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? തകർന്നു തന്നെ ഇന്നലെ വരെ പറഞ്ഞു നടന്നത്. അപ്പൊ ഇന്ന് പിന്നെ ക്രമസമാധാനം തകർന്നിട്ടില്ല എന്ന് ഗവർണറിനെ തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ പരിഹാസപാത്രമാകില്ലേ ചെയ്ത്? അല്ല, പരിഹാസപാത്രമായെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആളുകൾ, ഭരണാധികാരികൾ ജനങ്ങൾക്ക് നടുവിൽ ഇറങ്ങി ഭയമില്ലാതെ നടക്കാൻ കഴിയുന്ന ഒരു ജനായത്ത സർക്കാരിന്റെ ഭരണമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ഇങ്ങനെ വലിയ പോലീസ് അകമ്പടിയോടുകൂടി വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി ആളുകൾ പോകുമ്പോൾ അത് നമ്മുടെ സംവിധാനത്തിന് നേരെയുള്ള ഒരു ചോദ്യമാണ് ഉയർത്തുന്നത്. ഏതായാലും വളരെ നന്ദി ശ്രീ പ്രേമൻ, പിണറായിയിൽ നിന്ന് വിളിക്കിയ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തതിന്. കണ്ണൻ എന്നൊരു പ്രേക്ഷകൻ എനിക്കൊപ്പം ചേരുന്നു. കണ്ണൻ തുറവൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? കണ്ണൻ എന്ത് തോന്നുന്നു? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരു മിഠായി മേടിക്കാൻ ഇറങ്ങിയെന്ന് പറയാം, ഇതൊക്കെ പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ? അങ്ങനെ വെച്ച് ചിന്തിക്കുമ്പോ പുള്ളി ഇരുന്ന് മിഠായി മേടിക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ പ്രകോപിതരാകേണ്ട കാര്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. പ്രകോപനം ഉണ്ടായി. ഒരു സമരം നടന്നിരിക്കുമ്പോ അത് പുള്ളിയുടെ ധാർഷ്ട്യം കാണിക്കാൻ വേണ്ടിട്ട്. അല്ല, സമരം നടക്കുമ്പോൾ ഒരാൾക്ക് മിഠായി വാങ്ങിക്കാൻ പുറത്തു പോയിക്കൂടെ? ജനങ്ങൾ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയ കാര്യം അതാണ്. പൊതുജനം എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു പ്രശ്നം നടക്കുന്നതിന്റെ ഇടക്കോട്ട് ഇറങ്ങി ചെല്ലുന്നത് ഇത് രണ്ട് ആളുകൾ തമ്മിലുള്ള ആശയപരമായ ഒരു തർക്കമാണ്. മുഖ്യമന്ത്രിയാണ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറയുമായിരുന്നു? മുഖ്യമന്ത്രി മുട്ടായി വാങ്ങിക്കാൻ തെരുവിൽ പോകുന്നുണ്ട്, ഒരു തെറ്റുമില്ല എന്നാണ് എന്റെ വ്യക്തമായ അഭിപ്രായം. അത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നല്ലേ നിങ്ങൾ പറയുള്ളൂ. അതെങ്ങനെയാണ് പ്രശ്നം ഉണ്ടാക്കാനായി ചെന്നു എന്ന് നമ്മൾ പറയുന്നത്? ഇത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടന ഒരു പ്രക്ഷോഭം നടത്തുന്നു, അവരത് ജനാധിപത്യമായ രീതിയിൽ നടത്തുന്നു, ആ രീതിയെ പോലീസ് അവിടെയുണ്ട്. അപ്പൊ മറ്റൊരാൾക്ക് അവർ ആരോപണ വിധേയനായ ആൾക്ക് മുട്ടായി വാങ്ങിക്കാൻ പോയിക്കൂടാ എന്ന് പറയുന്നതിലൊക്കെ എന്തെങ്കിലും ന്യായമുണ്ടോ? ആരോപണ വിധേയനായ അത് ആ പ്രക്ഷോഭം ഉണ്ടാക്കുന്ന കുട്ടികളുമായിട്ട് ഒരു സന്ധി ഇതാക്കാൻ നോക്കാണ്ട് പ്രശ്നം ഉണ്ടാക്കുക, അത് പ്രശ്നം എങ്ങനെ വലുതാക്കി എടുക്കാമെന്നാണ് പുള്ളി ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് എന്ന് തന്നെ എനിക്ക് തോന്നുന്ന കാര്യം. ഏതായാലും പക്ഷേ അല്ല, പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികമല്ലേ? സമരം ഉണ്ടാകും, ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, അത് സ്വാഭാവികമായ ഒരു സമരത്തിലേക്ക് നീങ്ങും. പ്രശ്നം ഉണ്ടാക്കി വലുതാക്കി പുള്ളിയുടെയൊക്കെ മനസ്സിൽ എന്തോ ഇതിലും വലുതെന്തോ കാണുന്നുണ്ട്. അതിനുള്ള മുമ്പേ ഉള്ള കാര്യങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇത് വലിയ കാര്യങ്ങളിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മുട്ടായിത്തെരുവിൽ പോയി അലുവ കഴിക്കുന്നത് വലിയ കാര്യമാകുമെന്നാണോ? എനിക്ക് എന്തായാലും അതിനോട് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഏതായാലും പോട്ടെ. മോഹൻദാസ് എന്നൊരു പ്രേക്ഷകൻ ആലത്തൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻദാസിന് എന്ത് തോന്നുന്നു? നമ്മുടെ കോഴിക്കോട്ട് അങ്ങാടിയിൽ അവിടെ SM സ്ട്രീറ്റിൽ പോയി ഒരു ഹലുവ കഴിച്ചാൽ വലിയ പ്രശ്നമാണ് എന്ന് കരുതേണ്ടതുണ്ടോ? തീർച്ചയായിട്ടില്ല. നിഷ്പക്ഷമായിട്ട് പറഞ്ഞാല് ഈ രണ്ട് കൂട്ടരും ചെയ്യുന്നത് ശരിയല്ലാത്ത കാര്യങ്ങൾ രണ്ട് കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവർണർ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്, മുഖ്യമന്ത്രി ഉത്തരവാദിത്തപ്പെട്ട ആളല്ല എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ കൂടെയുള്ള മന്ത്രിമാര് ദിവസവും ഓരോ സാധനങ്ങൾ പറഞ്ഞു. നമ്മൾ ജനാധിപത്യപരമായിട്ട് ഇവരെ തെരഞ്ഞെടുത്ത് അയച്ചിട്ട് ഈ 99 സീറ്റോ അല്ലെങ്കിൽ അവിടെ ഡൽഹിയിൽ ഇതേപോലെ തന്നെ ഈ ഭൂരിപക്ഷത്തിന്റെ അഹങ്കാരം, ഇവിടെ കേരളത്തിൽ മലയാളത്തില് അതിന്റെ അഹങ്കാരം, രാജ്ഭവനിൽ ഇംഗ്ലീഷിന്റെ അഹങ്കാരം, ഇതൊക്കെ കൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഉപകാരം? ആകെ ഈ കേരളം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് മറ്റ് പല വിലക്കയറ്റം കൊണ്ട് സ്ഥാനങ്ങൾ കിട്ടാണ്ട് ഇതൊക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ ഈ തമ്മിത്തല്ലി കൊണ്ട് നമുക്ക് എന്ത് ഉപകാരം ഉണ്ടാകുമ്പോൾ അപ്പൊ ഇനി അവർക്ക് ഭരണം കിട്ടുന്നുള്ള കുണ്ട് ഇവർക്കുണ്ട്. അതുപോലെ ഡൽഹിയിലുണ്ട്, കണ്ടില്ല ഇപ്പൊ അവിടെ പ്രതിപക്ഷം ശൂന്യമായിപ്പോയി, എല്ലാത്തിനും സസ്പെൻഡ് ചെയ്ത് പുറത്താക്കി. ഇവിടെ പിന്നെ അത് വേണ്ട, 41 ആളുള്ളൂ. അവര് ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ശബ്ദം അവിടെ ഉണ്ടാകാൻ പോണേ? ഇനിയിപ്പോ അതല്ല, ഇനിയിപ്പോ ഈ സത്യപ്രതിജ്ഞ ഇപ്പൊ വേണം. ഇപ്പൊ ഈ 2 മന്ത്രിമാര് വരാൻ പോലെ, അപ്പൊ ഗവർണറെ വിളിക്കണ്ടേ? ഗവർണർ വരണ്ടേ? അവിടെ എങ്ങനെ അവിടെ വരിക? യോജിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കാനാണ് സർക്കാരും ഗവർണറും അതുപോലുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളിലെ സ്ഥിരാ കേന്ദ്രങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ടത് എന്നത് വ്യക്തമാണ്. ഏതായാലും മോഹൻദാസ്, വളരെ നന്ദി. താങ്കൾ അവിടെ നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. പ്രവീൺ എന്നൊരു പ്രേക്ഷകൻ. പ്രവീൺ എവിടെ നിന്ന്? കാരക്കോണത്ത് നിന്നാണോ വിളിക്കുന്നത്? പ്രവീൺ എന്ത്? എനിക്ക് പറയാനുള്ളത്, ഗവർണർ എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്തിലെ ഒരു പ്രഥമ പൗരനാണ്. അപ്പം പുള്ളി ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കാൻ പോയി. അപ്പൊ പുള്ളിയുടെ ഒരു സ്വകാര്യ ഒരു സന്ദർശനമായിരുന്നു മിഠായി തെരുവിലേക്ക്. അത് പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള സന്ദർശനമാണ്. സാധാരണ മാധ്യമങ്ങളൊന്നും വ്യക്തിപരമായ സന്ദർശനങ്ങൾ ക്യാച്ച് ചെയ്യാൻ പോകാറില്ല.
പോകാറുണ്ട്. നമ്മൾ എത്രയോ തവണ VS അച്യുതാനന്ദൻ ചെരുപ്പ് വാങ്ങിക്കുന്നത് നമ്മൾ വളരെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ രാഹുൽ ഗാന്ധി പൊറോട്ട കഴിക്കുന്നു, നമ്മൾ അതും കൊടുത്തിട്ടുണ്ട്. അത് തെറ്റൊന്നുമില്ല. അതെ, മാധ്യമങ്ങളിൽ ബൂസ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ പൊതുജനങ്ങൾ എങ്ങനെ അറിയുന്നത് മിഠായിത്തെരുവിൽ ഗവർണർ പോയതും ഇങ്ങനെ വലിയ വിഷയമായത്. പക്ഷെ SFI എന്ന് കാണിക്കുന്ന ഇത് ഒരു തെമ്മാടി തരാമെന്നല്ലാതെ വേറെ എന്താ പറയാ കേരളത്തിൽ നടക്കുന്നത്? കേരള യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ ഗവർണർ എടുക്കുന്ന നടപടികൾ ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള നല്ലതിന് വേണ്ടിയാണ്. ഇവിടെ കേരള യൂണിവേഴ്സിറ്റിക്കകത്തുള്ള പല നിയമനങ്ങളും രാഷ്ട്രീയ സ്വാധീനത്തിലാണ് ഇന്ന് വരെ. അത് മാറണം. ഞാനും ഒരു അനുഭവസ്ഥനാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതെ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഇന്റർവ്യൂല് ഞങ്ങളെ ഒന്ന് അറ്റൻഡ് ചെയ്താൽ പോലും കറക്റ്റായിട്ട് നമുക്ക് യോഗ്യത ഉണ്ടെങ്കിൽ പോലും കിട്ടില്ല. അവിടെ ഇതിനു മുമ്പേ പാർട്ടിയുടെ കത്ത് വെച്ച് റെക്കമെൻഡേഷനിലാണ് പല അപേക്ഷ കൊടുത്തത്. എനിക്ക് എന്റെ സിസ്റ്ററിന് വേണ്ടിയാണ് കൊടുത്തത്. ഏത് സർവകലാശാലയിൽ? കൊച്ചിൻ സർവകലാശാലയിൽ. എന്നിട്ട് കിട്ടിയില്ലേ? ഇല്ല, കിട്ടിയില്ല. അതായത് ആവശ്യമായ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും കിട്ടിയില്ല, അങ്ങനെയാണ്? കിട്ടില്ല. അവിടെ പാർട്ടി റെക്കമെൻഡേഷൻ ആണല്ലോ. മന്ത്രിയുടെ കത്തുണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും കിട്ടും. അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് ഗവർണർ ഇതിനെതിരെ നടപടി എടുക്കുന്നു. അതാണ് സർക്കാരിനെ ഇത്ര ചൊടിപ്പിക്കുന്നത്. ഗവർണർ ഇപ്പൊ എടുക്കുന്നത് നമ്മുടെ സ്റ്റേറ്റിന്റെ യുവ വിദ്യാർത്ഥികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ്. അതെ, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്തു നിന്ന് ചേരുന്നുണ്ട്. ശ്രീ രാജന് എന്ത് തോന്നുന്നു? ഗവർണറാണോ ശരി, സർക്കാരാണോ ശരി? സാറേ, 1000 പോലീസുകാരെ കൊണ്ട് ഈ മിഠായി തെരുവിൽ പോയി ഒരു പീസ് അലുവ തിന്നാൻ ഏത് മറ്റേ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, ഏത് ആൾക്കും പറ്റും. അതൊരു വലിയ മിടുക്കോ കഴിവോ അല്ല. അതുകൊണ്ട് അതേ അലുവ തിന്നരുത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതേ അലുവ തിന്നോട്ടെ. നമ്മുടെ SM സ്ട്രീറ്റ് എത്രയോ കാലങ്ങളായി അവിടുത്തെ ഹൽവ വളരെ പ്രസിദ്ധമല്ലേ? അവിടെ വ്യാപാരികളൊക്കെ അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവിടെ ഹൽവ കഴിച്ചോട്ടെ, അതിലും തെറ്റെന്ത്? അത് തന്നെ പുള്ളി തന്നെ പോയി തിന്നാ കുഴപ്പമില്ല. 1000 പോലീസുകാരെ ആകുമ്പോഴേ അല്ല, പുള്ളി പോലീസ് വേണ്ടെന്ന് പറഞ്ഞല്ലോ, പോലീസല്ലേ കൂടെ പോയത്. അത് പോട്ടെ. എന്നിട്ട് കേൾക്ക, രണ്ടാമത്തെ സംഗതി, വളരെ ദൂർത്ത് കുറഞ്ഞ ഒരാളാ പുള്ളി. കാരണം പുള്ളിയുടെ ഇപ്പോ വളരെ ദൂർത്തില്ലാത്ത ഒരാളാ. കാരണം വെച്ചാൽ ഇപ്പൊ ഒരു പുള്ളിയുടെ പല്ലെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കുകയാണ്. 2.5 ലക്ഷം രൂപ കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2.5 ലക്ഷം രൂപ. അതായത് SFIയുടെ പിള്ളേർക്ക് പറഞ്ഞാൽ എടുത്തു കൊടുത്തില്ല ഫ്രീ ആയിട്ട്. പിന്നെ അല്ല, അതിലിപ്പോ ഗവർണർ മാത്രമല്ല കേട്ടോ, ദൂർത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒരേപോലെയാണ്. നമ്മുടെ കണ്ണാടി കഥകൾ തൊട്ട് എല്ലാവരും ദൂർത്ത്. സാറി 3-4 പേര് പോയിട്ടോട് പറഞ്ഞു നിർത്താം. പഴയ കാലത്ത് ഗവർണർ എന്ന് പറഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത കണ്ണു കാണാൻ പാടില്ല, സൈൻ ചെയ്യാൻ ബുദ്ധിമുട്ട് ഉള്ളവരായിരിക്കണം. പുനരധിവാസ ഒരു തസ്തികകളായിരുന്നല്ലേ? തസ്തികളായിരുന്നു. കാരണം നടക്കാൻ പറ്റാത്ത ആളായിരിക്കണം, കണ്ണടച്ച് സൈൻ ചെയ്യണം, ഇങ്ങനൊക്കെ ആയിരുന്നു അതിന്റെ യോഗ്യത പണ്ട് കോൺഗ്രസ് ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ. ഇങ്ങേർക്ക് ഇച്ചിരി നടക്കാനും ഓടാനും ഉള്ള കഴിവുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇയാൾ ഇപ്പൊ നാടകം കാണിക്കുന്നത്. ഇപ്പം തമിഴ്നാട്ടിൽ കണ്ടില്ലേ, ഗവർണറെ അടച്ചിട്ടു 4 ദിവസത്തേക്ക് റൂമിനുള്ളിൽ. അത്ര മിടുക്കന്മാർ അവിടെ ഉള്ളവര്. അല്ല, അതൊരു നമ്മൾ കുറെ കൂടി ജനകീയമായ പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങട്ടെ കാര്യങ്ങൾ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഏതായാലും രാജേഷ് എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. രാജേഷ് എവിടെ? കൊയിലാണ്ടിയിൽ നിന്നാണോ വിളിക്കുന്നത്? ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പമുണ്ട്. ജയകുമാർ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ജയകുമാറിന് എന്ത് തോന്നുന്നു ഈ പ്രതിഷേധമൊക്കെ കണ്ടിട്ട്? നമസ്കാരം. നമസ്കാരം. ശേഷം ഒരു ചുണക്കുട്ടനെ ഇപ്പോഴാണ് കണ്ടത്. ആരാണ് ഈ ചുണക്കുട്ടൻ? ഗവർണറാണോ? ഗവർണറാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി? ഈ വൃത്തികെട്ട SFIക്കാരെയും DYFIക്കാരെയും ഭീഷണി എത്ര നാൾ ഇവിടെ നിലനിൽക്കും? അവരൊരു പ്രക്ഷോഭം നടത്തുകയല്ലേ? അവരൊരു പ്രക്ഷോഭമാണ് നടത്തിയത്. വൈസ് ചാൻസലറുടെ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് അവകാശവും? ഒരു രാഷ്ട്രീയം, നമ്മളിപ്പോ പല രാഷ്ട്രീയക്കാര് കാലുകുത്താൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയമായ ഒരു, അല്ലാതെ കാല് കുത്തില്ല എന്നല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. അതൊക്കെ ഒരു പ്രയോഗം. എന്തൊക്കെയാണ് അവന്മാർ വിളിച്ചു പറഞ്ഞത്? ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പറഞ്ഞത് യോഗ്യത, ഒരു യോഗ്യതയില്ല. ഇതിൽ ആർക്കെങ്കിലും യോഗ്യത ഉണ്ടോ ഇദ്ദേഹത്തെ പറ്റി പറയാൻ? ഈ പിണറായി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും യോഗ്യത ഉണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. പ്രഥമ പൗരനാണ്. 2 ലക്ഷം രൂപ അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടെങ്കിൽ ഒന്നുമില്ലാത്ത പാർട്ടി സെക്രട്ടറി, പാർട്ടിയുടെ ഒന്നും അല്ലാത്തവരെ പിടിച്ചിരുത്തി AC ഉണ്ടായിട്ടും 4 ചുറ്റി AC ഉണ്ടായിട്ടും 86,000 രൂപ ACക്ക് എഴുതി വാങ്ങിച്ചു. മാധ്യമ പ്രവർത്തകരെ തെണ്ടാൻ പോവാൻ പറഞ്ഞ് അദ്ദേഹം 86,000 രൂപയുടെ എഴുതി വാങ്ങിച്ചത്. അതൊന്നും വന്നിട്ടില്ല. അപ്പൊ ഈ ഒന്നുമല്ലാത്ത പാർട്ടിക്കാർക്ക് അവിടെ ഇരുന്ന് എത്ര വേണോ കൊടുക്കാം. ഇദ്ദേഹം ഒരു പ്രഥമ പൗരനാണ്. അദ്ദേഹത്തിന് 2 ലക്ഷം രൂപ കൊടുത്തതിൽ ഒരു വകയും സംഭവിക്കാൻ പോണില്ല. യവന്മാരെ ദൂർത്തിന്റെ 4-1 മാത്രമേ ഉള്ളൂ. പിന്നെ
പിന്നെ ഇത്രയും നല്ലൊരു മനുഷ്യരെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ശാസ്ത്രം പോയപ്പോൾ ആദ്യമായിട്ടാണ് യവന്മാരുടെ ഒരു അഭ്യാസവും എവരടുത്ത് നടക്കൂല, ഇനിയും നടക്കൂല. അതുകൊണ്ട് മര്യാദക്കൊക്കെ വരച്ചിട്ട് പോയാൽ എവർക്കേറ്റ കൊള്ളാം. രതീഷ് എന്നൊരു ശരി, ഞാൻ സമയക്കുറവ് കൊണ്ടാണ്. രതീഷ് എന്നൊരു പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രതീഷ്, ആലപ്പുഴയിൽ എവിടെ നിന്ന് വിളിക്കുന്നു? മണ്ണഞ്ചേരിയിൽ നിന്നാണ്. രതീഷിന് എന്ത് തോന്നുന്നു ഈ കോലാഹലങ്ങളൊക്കെ കണ്ടിട്ട്? ഇതിൽ ആരുടെ ഇത് ജനാധിപത്യ രാജ്യത്തിൽ എല്ലാവർക്കും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അത് SFIക്ക് ഉണ്ട്, അതുപോലെ ഗവർണർക്കുണ്ട്. പക്ഷേ SFI എന്ന വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധം എവിടം വരെ എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് വിഷയം. കാരണം വൈസ് ചാൻസലറായ അല്ലെങ്കിൽ സംസ്ഥാനത്തെ പ്രഥമ പൗരനായ ഗവർണറെ ആക്രമിക്കാൻ ചെല്ലുകയും അദ്ദേഹത്തിന്റെ കാറടിച്ച് മുട്ടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ജനങ്ങൾ SFIക്കെതിരെ ജനങ്ങളുടെ ഒരു പ്രതിഷേധമുണ്ട്. അതാണ് നമ്മൾ ഈ കോഴിക്കോട് കണ്ടത്. അദ്ദേഹം ഇറങ്ങിയപ്പോഴത്തേക്ക് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് അദ്ദേഹത്തോട് ഇന്ററാക്ട് ചെയ്യാനുള്ളൊരു ഇത് കാണിച്ചതൊക്കെ ജനങ്ങൾക്ക് SFIയോടുള്ള ഇതാണ്. പിന്നെ ഞാൻ ഇവിടെ കമ്മ്യൂണിസത്തിൽ ഊന്നിയ ഏത് സംഘടന, SFI DYFI ആയിക്കോട്ടെ, ഏതൊരു സംഘടന, ഞാൻ CPI പറഞ്ഞില്ല, PTM ഉദ്ദേശിക്കുന്നത് സംഘടന, അവർ ഭരിക്കുന്നത് എവിടെയാണ് ജനാധിപത്യം ഉള്ളത്? അവരുടെ വാക്കുകളിലും സ്ലോഗങ്ങളിലും മാത്രമേ ഉള്ളൂ. അവരുടെ ചെയ്തിയിലോ പ്രവൃത്തിയിലോ ജനാധിപത്യം ഇല്ല. ജനാധിപത്യം ഉണ്ടെങ്കിൽ അവരിങ്ങനെ കാണിക്കില്ല. മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് SFIയുടെ നിങ്ങൾ ഒരു കാരണവശാലും ഗവർണറെ ഉപദ്രവിക്കാൻ പാടില്ല, അദ്ദേഹം വളരെ പാടില്ല. നിങ്ങൾ പ്രതികരിച്ചോളൂ, നിങ്ങൾ പ്രതിഷേധിച്ചോളൂ. ഗവർണറുടെ പേര് പറഞ്ഞോ, ഗവർണറെ ചീത്ത വിളിച്ചോ, ഈ ജനാധിപത്യ രീതിയിൽ എന്തൊക്കെ പറയുന്നത് പറഞ്ഞോളൂ. പക്ഷെ അദ്ദേഹത്തിനെ വഴുതരാൻ പാടില്ല. ആ ഒരു മര്യാദ കാണിക്കാൻ പറയേണ്ടതാണ്. ഏതായാലും ഒരു സമയം എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ന്യൂസ് 18 പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. പൊതുവേദി തുടരുന്നു. പൊതുവേദിയിൽ അടുത്ത കോളർ ഉള്ളൂരിൽ നിന്ന് സായ് ആണ്. സായ്, ഗവർണർ നാടകം കളിക്കുന്നു എന്നാണ് CPMന്റെ ആരോപണം. SFI നാടകം കളിക്കുന്നു എന്നാണ് ഗവർണറുടെ ആരോപണം. അവർ രണ്ടുപേരും നാടകം കളിക്കുന്നു എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? സാറേ, എന്നെ സംബന്ധിച്ച് എനിക്ക് തുറന്നു പറയാനുള്ള ഒരു കാര്യം സാർ, ഇതിനിടയിൽ നമ്മൾ വ്യക്തിപരമായിട്ട് പറയാനായിട്ടാണെങ്കിൽ നമ്മൾ ഇതിനിടയിൽ കാണുന്ന കുറെ പോലീസുകാരുണ്ട് സാർ. കുറെ പോലീസുകാർ, അതായത് ഈ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കമാൻഡോസോ അല്ലെങ്കിൽ അവരായിരിക്കാം, അല്ലെങ്കിൽ കേരള പോലീസ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരനുഭവിക്കുന്ന ഒരു ടെൻഷൻ കൂടെ നമ്മൾ ഓരോരുത്തരും, മീൻസ് അതിപ്പം ഗവർണർ ആണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെ മറ്റോ ആണോ? അല്ല, ഞാൻ പോലീസിലുണ്ടോ? ബന്ധുക്കളുണ്ട്, ഒരുപാട് പേര് ബന്ധുക്കളൊക്കെ ഈ ദുരിതം പറയുന്നുണ്ടോ? ഈ അവരാരും നേരിട്ട് ഈ ദുരിതം പറയുന്നില്ല സാർ. പക്ഷെ ഞാൻ അവരെ ഈ സാറ് ജസ്റ്റ് നമ്മളിപ്പോ ഈ കാണിക്കുന്ന വിഷ്വൽസ് പരിശോധിക്കുമ്പോൾ സാറൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അപ്പൊ അദ്ദേഹത്തിന്റെ ചുറ്റും നിൽക്കുന്ന ഓരോ പോലീസുകാരന്റെയും കണ്ണില് ഒരു ടെൻഷൻ ഉണ്ട് സാറേ. അല്ല, അത് പോലീസ് അതിനൊക്കെ തയ്യാറായി നിൽക്കില്ലേ? ഇപ്പൊ അതിർത്തിയിൽ നിൽക്കുന്ന നമ്മുടെ സൈനികരെല്ലാം ആ ജാഗ്രതയല്ലേ? അതേപോലെ പോലീസും ഒരു ഡിസിപ്ലിൻ ഫോഴ്സ് അല്ലേ? ഡ്യൂട്ടി തന്നെയാണ് സാറേ. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം ഈ നമ്മുടെ പ്രോട്ടോകോൾ എല്ലാം പെട്ടെന്ന് ഔദ്യോഗിക പരിപാടികളുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് ഒരു പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്കുണ്ടാവുന്ന, അല്ലെങ്കിൽ നമുക്കിപ്പോ പ്രോപ്പർ ഇൻഫർമേഷൻ ഒക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ പോകുന്നു അല്ലെങ്കിൽ ഇവിടെ പോകുന്നു എന്നൊക്കെ നമുക്ക് ഒരു റൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ നമുക്ക് ഈ പറയുമ്പം കുറെ കൂടെ ഒരു കുറെ കൂടെ അവർക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അല്ല, ഞാൻ സായിനോട് ഞാൻ പേഴ്സണലായി ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഒരു അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്ന ആൾക്ക്, പ്രത്യേകിച്ച് ഇപ്പൊ ജമ്മു കാശ്മീർ പോലെയൊന്നും അല്ലല്ലോ നമ്മുടെ കേരളം, ഇവിടെ ഇത്രയും വലിയ വാഹനവും അകമ്പടിയും പോലീസും ഇതൊക്കെ ആവശ്യമാണോ? ഒരു സാധാരണ ചെറിയൊരു സംഖ്യ പോരെ? സാറേ, അതിനകത്ത് ഈ പറയുന്ന നമ്മൾ ഓരോ പദവികളുടെ ഇരിക്കുന്ന അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും അത് വ്യത്യാസപ്പെടുന്നുണ്ട് സാറേ. പക്ഷെ നമ്മുടെ പല മുഖ്യമന്ത്രിമാർ, EK നായനോരൊക്കെ അദ്ദേഹം അധികാരത്തിലെത്തിയപ്പോൾ ആദ്യം അതിന്റെ ഇത് വെട്ടി കുറയ്ക്കുകയാണ് ചെയ്തത്. ഇപ്പൊ രേവന്ത് റെഡ്ഡി ആയല്ലോ, മുഖ്യമന്ത്രി ആയല്ലോ തെലങ്കാനയിൽ. അദ്ദേഹത്തിന്റെ കോൺവോയ്കളുടെ എണ്ണം വെട്ടിക്കുറച്ചു. കുറച്ചാളുകൾ മതി. കാരണം അത്രയൊന്നും വലിയ പ്രശ്നമില്ല. ആരും ഇവരെ പിടിച്ചുകൊണ്ടു പോകാനോ ഒന്നും തയ്യാറല്ല. ഇവിടെ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലമാണ്. ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ആളുകൾ അവർക്ക് അടുത്തേക്ക് വരാതിരിക്കാനോ അല്ലെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാതിരിക്കാനോ ഒക്കെ. അല്ലാതെ ഇങ്ങനെ വലിയ KK രാമ ഒരു നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞ് സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥ എന്നാണ്. അത് ഞാൻ മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് പറയുകയില്ല. ഇത്രയും വലിയ ഒരു സന്നാഹം, വലിയ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഒക്കെ സാധാരണക്കാരായി ജനങ്ങൾ തെരഞ്ഞെടുത്ത മനുഷ്യർ പോകുമ്പോൾ വേണോ?
സാർ അതിനകത്തും ഒരു അവരുടെ സെക്യൂരിറ്റി സാർ നമ്മളിപ്പോ ഇതിനകത്ത് ഈ ഒരു നാച്ചുറലി ഒരു സംഭവം ഒരു പ്രശ്നമോ ഇല്ലാതെ പോകുമ്പോൾ അത് കുഴപ്പമില്ല സാറേ, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തില്ല. പക്ഷെ ഒരു ഇൻസിഡന്റ്, ഒരു ചെറിയ ഇൻസിഡന്റ് ഇപ്പൊ നമ്മുടെ പാർലമെന്റിലൊക്കെ ഉണ്ടായ പോലെ ഒരു ചെറിയ ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം നമ്മൾ എല്ലാവരെയും കുറ്റപ്പെടുത്തും. അതും ശരിയാണ്. നമ്മൾ എല്ലാവരെയും കുറ്റപ്പെടുത്തും. നമ്മൾ പോലീസിനെ കുറ്റം പറയും, നമ്മൾ ഇന്റലിജൻസുകാരെ കുറ്റം പറയും, നമ്മൾ ഈ ഭൂമിയിലുള്ള എവിടെയൊക്കെ കുറ്റം നമുക്ക് ആർക്കൊക്കെ പുറത്ത് ചാർത്താൻ പറ്റുമോ അവരെയൊക്കെ, ഈവൻ മീഡിയസിന്റെ മുകളിൽ വരെ ഈ ആൾക്കാർ ഈ കാണുന്ന പൊതുജനം, ഇപ്പൊ ഞാൻ ഉൾപ്പെടുന്ന പൊതുജനമാണ്, നമ്മൾ ഓപ്പൺ ആയിട്ട് കുറ്റം പറയും സാറേ. ഇപ്പൊ എന്റെ അഭിപ്രായം എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ സാറേ, ഇപ്പം അദ്ദേഹം പോലീസുകാരെ അധികം ബുദ്ധിമുട്ടിക്കരുത്, അവർ അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു പ്ലാൻ കൊടുത്തതിന് ശേഷമാണ് ഓപ്പൺ ആയിട്ട് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാം. വളരെ നന്ദി സായി, താങ്കളുടെ ഈ അഭിപ്രായം പിന്നെ അധികാരത്തിലിരിക്കുന്നവർ കേൾക്കട്ടെ. ഞാനും ആഗ്രഹിക്കുകയാണ് പോലീസുകാർക്ക് നമുക്ക് ഒരു പിന്തുണ കൊടുക്കുകയും ചെയ്യാം. അജയ്കുമാർ എന്നൊരു പ്രേക്ഷകൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അജയ്കുമാർ, അജയ്കുമാർ എന്ത് തോന്നുന്നു, ഇത്രയൊക്കെ ബഹളങ്ങളുടെ ഒരു ആവശ്യം സംസ്ഥാനത്ത് ഇപ്പോഴുണ്ടോ? അല്ല, ഇത്രയൊക്കെ ബഹളങ്ങളുടെ ഒരു ആവശ്യം സംസ്ഥാനത്ത് ഉണ്ടോന്ന് ചോദിച്ചാൽ നമ്മളാരും വല്ലല്ലോ ബഹളം ഉണ്ടാക്കുന്നത്. ബഹളം ഉണ്ടാക്കുന്ന ഒരു കൂട്ടം കുട്ടികള്. ആ SSI മാത്രമേ ഉള്ളൂ കേരളത്തിലെ ക്യാമ്പസില്. മറ്റു വിദ്യാർത്ഥി സംഘടനകളില്ലേ, ABVP ഉണ്ട്, KSC ഉണ്ട്, ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉണ്ടല്ലോ. അവരൊന്നിറങ്ങട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഗവർണർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവരോടൊന്ന് ഇറങ്ങട്ടെ. ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ യുദ്ധക്കളമാകത്തില്ലേ? എന്താണ് SFI ഉദ്ദേശിക്കുന്നത്? അവർക്ക് ഗവർണർ എടുത്ത് ലെജിറ്റിമേറ്റ് ആയിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിന് വ്യവസ്ഥാപിത മാർഗങ്ങളിലാണ് അവർ നേരിടേണ്ടത്. അല്ലാതെ അവരൊരു പ്രക്ഷോഭമൊക്കെ നയിച്ചോട്ടെ, അതിലിപ്പോ വലിയ തെറ്റുണ്ടോ? സുഹൃത്തെ, അല്ല, ഞാനും വിദ്യാർത്ഥി സംഘടനകളൊക്കെ പ്രവർത്തിച്ച ആളാണ്. നമ്മളൊക്കെ പ്രക്ഷോഭമൊക്കെ നയിച്ചിരുന്നില്ലേ വിദ്യാർത്ഥി സംഘടന പ്രവർത്തിക്കുന്ന കാലത്ത്? പക്ഷെ ഇതുപോലെ നമ്മൾ ഒരുത്തനെ റോഡിൽ കൂടെ നടത്തത്തില്ല ഒന്നും പറയില്ല. അതിനോട് അധികാരം ആരാ തന്നിരിക്കുന്നത്? അതും ഗവർണറെ റോഡിൽ കൂടെ നടത്തത്തില്ല, ക്യാമ്പസിൽ കയറ്റിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഗവർണറെ അനുകൂലിക്കുന്ന കുറെ പേർ റോഡിലോട്ട് ഇറങ്ങിയിട്ട് പറയാണ് മുഖ്യമന്ത്രിയെ സെക്രട്ടേറിയറ്റ് കേട്ടില്ല എന്ന് പറഞ്ഞ് എന്തായിത്തീരും കേരളത്തിലെ സ്ഥിതി? സെക്രട്ടേറിയറ്റ് വളയൊക്കെ ചെയ്തല്ലോ പണ്ട് ഉമ്മൻചാണ്ടി സമയത്ത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മള് അരക്ഷിതാവസ്ഥയിലേക്ക് പോകും. ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ കാണിക്കുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ക്ഷമിക്കണം, ശുദ്ധ തമ്മാടിത്തരമാണത്. ഇതിനെ നമുക്ക് ഒരിക്കലും അവർക്ക് ആവശ്യങ്ങളിൽ ന്യായീകരണം ഉണ്ടെങ്കിൽ അത് സമയപരിമിതി കൊണ്ടാണ് ശ്രീ അജയ്കുമാർ. സുരേന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്നല്ലേ വിളിക്കുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. ശ്രീ സുരേന്ദ്രൻ, എനിക്ക് പറയാനുള്ളത് നേരത്തെ ഒരു പ്രശ്നം പറഞ്ഞോട് ചേർത്ത് വായിക്കാനുള്ളതാണ്. സാറ് പറഞ്ഞില്ലേ നേരത്തെ പ്രോട്ടോകോൾ ലംഘനത്തിന്റെ കാര്യം പറഞ്ഞു, പോലീസ് ഇങ്ങനെ ഗവർണർക്ക് തോന്നുമ്പോ പോകാൻ പറ്റില്ലാന്ന്. സാറൊന്ന് ആലോചിച്ച് നോക്കുക, ഇത് ഇദ്ദേഹത്തെ പോസ്റ്റ് ചെയ്ത് എവിടെ നിന്നാണെന്ന് പറയാം, രാഷ്ട്രപതി ഭവനിന്ന്. അവിടുന്ന് ഒരു ബ്ലൂ ബുക്കും കാര്യങ്ങളും കൊടുക്കേണ്ടി വരാം. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ DGPയോട് പറഞ്ഞതുകൊണ്ട് ഇവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കാതിരിക്കില്ല. അങ്ങനെ ഓരോ ഗവർണർമാരും വന്ന് തോന്നിയമാരി പറഞ്ഞിട്ട് ചെയ്യണതല്ല, ഇത് ബ്ലൂ ബുക്കിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണതാണ്. ഒരു ഗവർണർ ഒരു സ്ഥലത്ത് നിന്ന് മോട്ടോർക്കേഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഹോൾഡിംഗ് പ്ലേസിൽ ആ സാധനം നിർത്താൻ പാടുള്ളൂ. ഇങ്ങനെ ഓരോ മാനദണ്ഡങ്ങളുണ്ട് ഒരു ഗവർണർ ഒരു സ്ഥലത്ത് നിന്ന് പോകുന്ന. അപ്പൊ ഈ പോലീസുകാരോട് പറയാതെ ഇദ്ദേഹം ഇത് പ്രോട്ടോകോൾ ലംഘനത്തിന്റെ അതിര് കടന്നു. അത്രയും സാറിന് അറിയുമെങ്കിൽ ചോദിക്കുക, ബ്ലൂ ബുക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോന്ന് ചോദിക്കുക. ഇദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം, അതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന മാർഗ ഗൈഡ് ലൈൻസ് ആണ്. അത് ഗവർണർ രാജ്ഭവനല്ല കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് ബ്ലൂ ബുക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന് അതിൻ്റെതായ ഒരു നിയമ സംവിധാനമുണ്ട്, അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഒരു ഗവർണർക്ക് ഒരു അലുവ വാങ്ങി കഴിക്കണമെന്ന് തോന്നിയാൽ ഈ ബ്ലൂ ബുക്ക് ഒരു തടസ്സമാണോ? അങ്ങനെ കഴിക്കാൻ പറ്റില്ല, അങ്ങനെ കഴിക്കാൻ കൊടുക്കരുതെന്നാണ്. തെറ്റിദ്ധരിക്കുക. സാറ് അറിവുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് സാർ ഇതിന് മറുപടി എനിക്ക് തരണം. കാരണം ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ഗവർണർക്ക് അങ്ങനെ ഇറങ്ങി അല്ല, അദ്ദേഹം അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് പെട്ടെന്ന് അങ്ങനെ പോയതല്ല. അദ്ദേഹം അവിടെ പോകാൻ നേരത്തെ തീരുമാനിച്ച് അദ്ദേഹം അത് പോലീസിനെ അറിയിച്ചിട്ടില്ല. പോലീസിനെ അറിയിക്കാതെ, അതായത് ഗവർണർക്ക് അപ്പൊ സഡൻലി ഒരു സ്ഥലത്തേക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. പ്രോട്ടോകോൾ ലംഘനാണ് അത്. കാരണം പോലീസിനെ അറിയിച്ചിട്ട് ചെയ്യാൻ പറ്റില്ലോ. എനിക്കിപ്പോ പോലീസ് സംരക്ഷണം വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ VVIP കാറ്റഗറിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഇറങ്ങി നടക്കാൻ പോലീസ് സംരക്ഷണം കുറയ്ക്കാനൊക്കെ കേരളത്തിലും ഉള്ള മുഖ്യമന്ത്രിമാർ മുൻപ് തീരുമാനിച്ചു. ഇപ്പൊ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി അദ്ദേഹത്തിന് സുരക്ഷ കുറയ്ക്കാൻ ആവശ്യപ്പെട്ടു. ആളുകളെ ബുദ്ധിമുട്ടിക്കരുത്, വെറുതെ വഴിയിൽ തടഞ്ഞു നിർത്തരുത്, എന്തൊക്കെ നിയമങ്ങൾ അദ്ദേഹം പുറത്തേക്ക് വിട്ടിരിക്കുന്നു. തെറ്റൊന്നുമല്ല, ഞാൻ പറയുന്നത് തെറ്റൊന്നുമല്ല. നിങ്ങൾ പത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ ഞാൻ തെലങ്കാനയിൽ നിന്ന് വന്ന വാർത്തയാണ് പറഞ്ഞത്. രേവന്ത് റെഡ്ഡി അവിടുത്തെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നു, മുഖ്യമന്ത്രി വരുന്നു എന്ന് കരുതി മുഴുവൻ ആളുകളെയും തടഞ്ഞിടേണ്ട കാര്യമില്ല. ഗവർണറെ പ്രതീക്ഷിക്കുന്ന നമ്പർ 1 പേഴ്സൺ ആയിട്ടാണ്. അത് രാഷ്ട്രപതി ഭവനോ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയമോ അറിയാണ്ട് അവരുടെ പ്രൊട്ടക്ഷനോ മറ്റു കാര്യങ്ങളോ
ഒന്നും മാറ്റാൻ പറ്റില്ല. അവരോടാണ് പറയേണ്ടത്. ഈ ഗവർണർ ചെയ്യേണ്ടത് DGPക്ക് അല്ല കൊടുക്കേണ്ടത്, രാഷ്ട്രപതിയാണോ ആഭ്യന്തര വകുപ്പിനെ കൊടുക്കട്ടെ. അവിടുന്ന് അവർ പറയട്ടെ ഗവർണർക്ക് പ്രൊട്ടക്ഷൻ വേണ്ടാന്ന് അവരെഴുതി കൊടുക്കും. പ്രൊട്ടക്ഷൻ വേണ്ടെന്നല്ല, പ്രൊട്ടക്ഷൻ വേണ്ടാന്ന് ഒരിടത്തും പറയുന്നില്ല. പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതാണ്. ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന്റെ അളവ് ഒരു മുഖ്യമന്ത്രി ഇത്രമാത്രം വാഹന വ്യൂഹവുമായി നടക്കണം എന്ന് ഒരു പ്രോട്ടോകോൾ ഉണ്ടോ? ഗോവൻ മുഖ്യമന്ത്രി ഇത്രയും വാഹന വ്യൂഹമായിട്ടാണോ നടക്കുന്നത്? നോർത്ത് ഈസ്റ്റിലെ എത്ര സംസ്ഥാനങ്ങളുണ്ട് മുഖ്യമന്ത്രിമാർ ഇങ്ങനെ വാഹന വ്യൂഹവുമായിട്ടാണോ നടക്കുന്നത്? ഗവർണർമാർ അങ്ങനെയൊന്നുമില്ല. ഗവർണർമാരുടെ മോട്ടോർ ഗൈഡ് എങ്ങനെയാണെന്നറിയോ? അതിന് ആ മോട്ടോർ ഗൈഡിന് വരെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അല്ല, ആ മോട്ടോർ ഗൈഡേ പാലിക്കേണ്ടതുള്ളൂ. ഇത് അതിനൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും. അതില്ലാതെ ചെയ്യാൻ പറ്റില്ല. ആ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ആ മോട്ടോർ ഗൈഡ് വരെ രൂപീകരിക്കുന്നത്. അല്ലാണ്ട് വെറുതെ ചുമ്മാ പറഞ്ഞിട്ടുള്ളതല്ല. അത് ഏതായാലും നമ്മുടെ നാട്ടിലെ ഒട്ടനവധി ആളുകൾ, രാഷ്ട്രീയക്കാർ, അവരാരോ ആയിക്കോട്ടെ, അവർ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുന്നു, പൊറോട്ട കഴിക്കാൻ ആഗ്രഹിക്കുന്നു, കർഷകർക്കൊപ്പം ജോലിയെടുക്കുന്നത് കർഷകർക്കൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നു. ചിലർ തെരുവിൽ തടഞ്ഞ ആളുകൾ പരാതി പറയുമ്പോൾ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ നിയമം അതിനുകൂടി വക നൽകുന്നതാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ശശിധരൻ എന്ന ഒരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശശിധരൻ എവിടുന്ന് വിളിക്കുന്നു? വയലാർ. ശ്രീ ശശിധരന് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് ഇപ്പം കൊല്ലുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രി എന്ന് കേട്ടിട്ടുണ്ടോ സാറ്? അതാണ് ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന രണ്ടുപേര്. ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രി, ഒന്ന് നമ്മുടെ ഗവർണർ. ഇപ്പൊ പൊതുവെ ചർച്ചയുണ്ടല്ലോ. മന്ത്രിക്കുന്ന പുതിയ ആളാണ് തിന്നുന്ന മന്ത്രിയായത്. മനസ്സിലായില്ല? മുഖ്യമന്ത്രിയും ഗവർണർ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ക്രമാനുസരിച്ച് നോക്കിയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതല്ല, ഇവർ കൊല്ലുകയും തിന്നുകയാണോ എന്താ സംഭവിക്കുന്നത്? ഇവർ കൊല്ലുകയും തിന്നുകയുമാണോ എന്താ സംഭവിക്കുന്നത്? അതല്ല, അതൊരു ഉപമയാണ്. ഉപമയാണ്, എനിക്ക് മനസ്സിലായി. ഞാനൊരു ഉപമാ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് ഇവർ ഒരുമിച്ച് ചെയ്യുകയാണോ എന്നാണ്. ബാക്കി പറയാൻ നമുക്ക് സമയമില്ലല്ലോ. അതായത് ഇവര് തന്നെ പറയുന്നത് 73 വയസ്സായ ഒരു വൃദ്ധനായ മനുഷ്യനാണ് ഇവര് സംബോധന ചെയ്യുന്നത് മിക്കവാറും. അപ്പൊ ഈ മനുഷ്യന് ഇന്നൊരു ബാനർ ഞാൻ കണ്ടു ടിവിയില്, എന്റെ തന്തയുടെ വകയല്ലടോ ഗവർണറെ ഈ കേരളമെന്ന്. അങ്ങനെ തന്തയ്ക്ക് വിളിക്കുക. അപ്പൊ അതിലാണ് ആ സംസ്കാരം ഉള്ളത്. അതോ അങ്ങനെയുള്ള കാറായിട്ടൊന്ന് ചില്ലേട്ടിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ കൗണ്ടർ റാസ്കലെന്ന് അതാണ് വിളിച്ചത്. അതാണ് തെറ്റെന്നാണ് പറയുന്നത്. ശരി, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഒരു പ്രേക്ഷക അടൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. റെൻസി കേൾക്കാമോ? യെസ്, റെൻസിയുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഗവർണർക്കെതിരെയുള്ള കരിങ്കൊടി പ്രതിഷേധം അവസാനിക്കുന്നില്ല, പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെ SFI വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രി ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ഗവർണർ ഇന്ന് കാര്യമായ പ്രതികരണങ്ങൾക്ക് ഒന്നും തന്നെ തയ്യാറായിട്ടുമില്ല. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ആരോപണം, അതായത് ഈ പ്രോട്ടോകോൾ ലംഘിച്ചു ഗവർണർ എന്ന മുഖ്യമന്ത്രിയുടെ ആരോപണം ശരിയാണോ എന്ന് കരുതുന്നവർ എത്ര എന്നതായിരുന്നു ചോദ്യം. അതിൽ 19% ആളുകൾ ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അതേസമയം 81% ആളുകൾ ഈ വിഷയത്തിൽ ഗവർണർക്കൊപ്പമാണ് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. വലിയ വോട്ടെടുപ്പാണ് ഇന്ന് ഈ ന്യൂസ് 18 കേരളത്തിൻ്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിരവധി ആളുകൾ അവരുടെ പ്രതികരണം, ഏതാണ്ട് 50,000-ഓളം ആളുകൾ അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി. ഈ പരിപാടി നിങ്ങൾ